ബോക്സ് ഓഫീസ് കട്ട്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓപ്പണിംഗ് ഡേ കളക്ഷൻ. അതെ, മലയാളത്തിലെ ആദ്യ ദിവസത്തെ കളക്ഷൻ റെക്കോർഡ്സ് നേടിയ പടങ്ങൾ ഏതൊക്കെയായിരിക്കും? ഒരു സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും? 1. സ്റ്റാർ വാല്യൂ. പ്രധാന നടന്റെ സ്റ്റാർ വാല്യൂ തന്നെയാണ് മുഖ്യ ഘടകം. അതിനോടൊപ്പം തന്നെ സ്റ്റാർ വാല്യൂ ഉള്ള ഡയറക്ടറോ ടെക്നീഷ്യൻസോ പ്രൊഡക്ഷൻ ബാനറോ ചേർന്നാൽ ഹൈപ്പും കൂടും, ഇനീഷ്യൽ കളക്ഷനും കൂടും. 2. പ്രീവിയസ് ബോക്സ് ഓഫീസ് ഹിസ്റ്ററി. ഇതേ ടീമിന്റെ തന്നെ മുൻ ചിത്രങ്ങളുടെ വിജയ ചരിത്രം ഹൈപ്പും ഇനീഷ്യൽ കളക്ഷനും കൂട്ടും. 3. പ്രൊമോഷണൽ ഇമ്പാക്റ്റ്. സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ഹിറ്റായ എന്തെങ്കിലും എലമെന്റ്, അത് ട്രെയിലർ ആവാം, ടീസർ ആവാം, അല്ലെങ്കിൽ സോങ്സ് ആവാം, അങ്ങനെ എന്തും ആവാം. ഇനി മലയാളത്തിൽ ഓപ്പണിംഗ് ഡേ കളക്ഷനിൽ മുന്നിലുള്ളത് ഏതൊക്കെ മൂവിയാണെന്ന് നോക്കാം. സ്ഥാനത്ത് ആറാട്ടാണ്. മോഹൻലാലിന്റെ ലുക്കും ട്രെയിലറും ആയിരുന്നു ഈ പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. മുൻപ് മാടമ്പി, ഗ്രാൻഡ് മാസ്റ്റർ പോലെ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച ബി ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകന്റെ സാന്നിധ്യം, സൂപ്പർ തിരക്കഥാകൃത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന ഉദയകൃഷ്ണ എന്നിവയൊക്കെയായിരുന്നു ആറാട്ടിന്റെ ആകർഷണ ഘടകങ്ങൾ. ആറാട്ട് ആദ്യ ദിനം നേടിയത് 6.9 കോടി രൂപയാണ്. 9. മധുരരാജ. പോക്കിർരാജ കോംബോ വീണ്ടും ഒന്നിക്കുന്ന ഹൈപ്പിൽ വന്ന പടമാണ് മധുരരാജ. വൈശാഖ് മമ്മൂട്ടി ടീമിന്റെ ഈ സിനിമ 8.75 കോടി ആദ്യ ദിവസം കളക്ഷൻ നേടി. 8. മാമാങ്കം. വാർത്തകളിൽ നിറസാന്നിധ്യമായതുകൊണ്ട് ഹൈപ്പ് നേടി വന്ന മമ്മൂട്ടിയുടെ മാമാങ്കമാണ് 8ാം സ്ഥാനത്ത്. ചിത്രം 8.8 കോടിയാണ് ആദ്യ ദിനം നേടിയത്. 7. കായംകുളം കൊച്ചുണ്ണി. റോഷൻ ആൻഡ്രൂസ്, സഞ്ജയ് ബോബി കൂട്ടുകെട്ട് നീമ്പോളിയായിട്ട് ഒരുമിക്കുന്നതും ലാലേട്ടന്റെ ഗസ്റ്റ് റോളും ഈ പടത്തിന് ഒരുപാട് ഹൈപ്പ് നേടിക്കൊടുത്തു. ചിത്രം ആദ്യ ദിനം 9.2 കോടി കളക്ഷൻ നേടി. 6. ഭീഷ്മപർവം. ബിഗ് ബി എന്ന ചിത്രം വൻ ഹിറ്റ് ആയിരുന്നില്ലെങ്കിലും പിന്നീട് അതിനുണ്ടായ കൾട്ട് സ്റ്റാറ്റസ് അതേ ടീമിന്റെ പുതിയ ചിത്രം എന്ന രീതിയിൽ ഭീഷ്മപർവത്തിന് വൻ ഹൈപ്പാണ് നേടിക്കൊടുത്തത്. കൂടാതെ സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി എന്നിവർ തകർത്തഭിനയിച്ച സുഷിൻ ശ്യാമിന്റെ ഗാനങ്ങളും ഈ പടത്തിന് ഇനീഷ്യൽ കളക്ഷൻ നേടിക്കൊടുത്തു. ഭീഷ്മപർവം നേടിയത് 11.95 കോടിയാണ്. 5. ലൂസിഫർ. മോഹൻലാലിന്റെ കിടിലൻ ലുക്ക്, പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാനം, വൻ ഹിറ്റായ ട്രെയിലർ, മഞ്ജു വാര്യർ, ടൊവിനോ കാസ്റ്റ് എല്ലാം കൂടെ ആയപ്പോൾ ലൂസിഫർ വൻ ഹൈപ്പായി. ചിത്രം ആദ്യ ദിനം 14.5 കോടി കളക്ഷൻ നേടി. 4. ആടുജീവിതം. വർഷങ്ങളായുള്ള മലയാളികളുടെ കാത്തിരിപ്പായിരുന്നു ആടുജീവിതം. ജനപ്രിയമായൊരു നോവൽ ബ്ലെസ്സിയെ പോലെ ക്ലാസ് ചിത്രങ്ങൾ എടുക്കുന്ന ഒരു സംവിധായകന്റെ കയ്യിലെത്തുന്നു. AR റഹ്മാൻ മ്യൂസിക്കിനെത്തുന്നു. പൃഥ്വിരാജിന്റെ ബോഡി ട്രാൻസ്ഫോർമേഷനും ഇനിഷ്യൽ കൂടാൻ മറ്റെന്തു വേണം. ചിത്രം ആദ്യ ദിനം 16 കോടി കളക്ഷൻ നേടി. 3. ഒടിയൻ. മോഹൻലാലിന്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് വളരെയധികം ചർച്ചാ വിഷയമായ സിനിമ അതുവരെയുള്ള എല്ലാ ഇനിഷ്യൽ ഹൈപ്പുകളെയും പൊളിച്ചുകൊണ്ടാണ് റിലീസിനെത്തിയത്. സബ്ജക്റ്റിലെ പുതുമ നൽകിയ ആകാംക്ഷയും മോഹൻലാൽ മഞ്ജു വാര്യർ കോംബോയും പാട്ടുകളും ഒക്കെ ഇനീഷ്യൽ കൂട്ടാൻ കാരണമായി. ചിത്രം ആദ്യ ദിനം 17.5 കോടി കളക്ഷൻ നേടി. 2. കുറുപ്പ്. കൊറോണ കാലത്തിന് ശേഷം തിയേറ്ററിൽ സിനിമ കാണാൻ കൊതിച്ചു നിൽക്കുമ്പോഴാണ് കുറുപ്പിന്റെ റിലീസ്. സുകുമാരക്കുറുപ്പ് കഥയിൽ മലയാളികൾക്കുള്ള ആകാംക്ഷ വലിയൊരു ഘടകമായി. ബുർജ് ഖലീഫ പോലെയുള്ള സ്ഥലങ്ങളിൽ വൻ പ്രൊമോഷൻ ഇവന്റ്സുകളും ഇനീഷ്യൽ കൂട്ടാൻ കാരണമായി. ചിത്രം ആദ്യ ദിവസം 19 കോടിയാണ് കളക്ഷൻ നേടിയത്. 1. മരക്കാർ. അറബിക്കടലിന്റെ സിംഹം. ബാഹുബലി പോലൊരു ചിത്രം മലയാളത്തിലെടുക്കാൻ കെൽപ്പുള്ളയാളായി മലയാളികൾ കണ്ടിരുന്ന ഒരു ഡയറക്ടറായിരുന്നു പ്രിയദർശൻ. മോഹൻലാൽ പ്രിയദർശൻ കോംബോയുടെ പൂർവ്വകാല ചരിത്രത്തെ പറ്റി പറയേണ്ടതില്ലല്ലോ. അത്രയും വലിയ ഹിറ്റ് കോംബോ ഇന്ത്യയിൽ തന്നെ കാണില്ല. അതോടൊപ്പം മലയാളികളുടെ പ്രിയപ്പെട്ട കുഞ്ഞാലിയുടെ കഥ, എപ്പിക് ബാക്ക്ഗ്രൗണ്ട്, വൻ താരനിര എല്ലാം കൂടെ ആയപ്പോൾ ഹൈപ്പ് വാനോളമായി. ചിത്രം ആദ്യ ദിനം 20.25 കോടിയാണ് വേൾഡ് വൈഡ് നേടിയത്. ഈ കളക്ഷൻ റെക്കോർഡുകളൊക്കെ ആരാണ് തിരുത്തി കുറിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.